തെലങ്കാനയിലെ ശ്രീശൈലം ഡാമിന് സമീപത്ത് ടണൽ തകർന്നുള്ള അപകടത്തിൽ ഇന്നും രക്ഷാദൌത്യം തുടരും. സൈന്യം രക്ഷാദൌത്യത്തിന് ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുമായി ഫോണിൽ സംസാരിച്ചു. നിലവിലെ സാഹചര്യം ചോദിച്ചറിഞ്ഞ മോദി തൊഴിലാളികളെ രക്ഷപ്പെടുത്താനായി കേന്ദ്രത്തിന്റെ എല്ലാ സഹായവും ഉണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ടണലിനകത്ത് ഇനിയും 8 പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ട്. ഉത്തർപ്രദേശ് സ്വദേശികളായ പ്രൊജക്ട് എഞ്ചിനീയർ മനോജ് കുമാർ, ഫീൽഡ് എഞ്ചിനീയർ ശ്രീനിവാസ്, ജാർഖണ്ഡ് സ്വദേശികളായ സന്ദീപ് സാഹു, ജഗ്താസിസ്, സന്തോഷ് സാഹു, അനുജ് സാഹു, ജമ്മുകശ്മീർ സ്വദേശിയായ സണ്ണി സിംഗ്, പഞ്ചാബ് സ്വദേശിയായ ഗുർപ്രീത് സിംഗുമാണ് ടണലിനകത്ത് കുടുങ്ങിക്കിടക്കുന്നതെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. തുരങ്കത്തിനകത്ത് കുടുങ്ങിക്കിടക്കുന്നവരുമായി ആശയവിനിമയം നടത്താൻ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല. തകർച്ചയുടെ കൃത്യം കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. ജയപ്രകാശ് അസോസിയേറ്റ് ലിമിറ്റഡും റോബിൻസ് ഇന്ത്യ ലിമിറ്റഡും ചേർന്നാണ് ടണലിനകത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് അധികൃതർ പറഞ്ഞു. കുടുങ്ങിക്കിടക്കുന്നവരിൽ 8 പേരാണ് ഉള്ളത്. അവരെ സുരക്ഷിതമായി കൊണ്ടുവരാൻ രക്ഷാദൌത്യം ആരംഭിച്ചിട്ടുണ്ട്. തുരങ്കത്തിന്റെ 10 മീറ്ററോളമാണ് തകർന്നത്. 200 മീറ്ററോളം ചെളി നിറഞ്ഞിരിക്കുകയാണെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. മണ്ണിടിഞ്ഞപ്പോൾ 51 തൊഴിലാളികൾ തുരങ്കത്തിലുണ്ടായിരുന്നുവെന്ന് നാഗർകുർണൂൽ പോലീസ് വ്യക്തമാക്കി. അവരിൽ 43 പേർ സുരക്ഷിതരായി പുറത്തിറങ്ങി. 14 കിലോമീറ്റർ ചുറ്റളവിൽ തുരങ്കത്തിനുള്ളിലെ മേൽക്കൂര 3 മീറ്ററോളം താഴ്ന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ശ്രീശൈലം ഡാമിന്റെ പിന്നിലായുള്ള ടണലിന്റെ ഒരു ഭാഗമാണ് ഇന്നലെ തകർന്നത്. നാഗർകുർണൂർ ജില്ലയിലെ അമ്രാബാദിൽ ശ്രീശൈലം ലെഫ്റ്റ് ബാങ്ക് കനാലിന്റെ നിർമ്മാണത്തിലിരിക്കുന്ന ഭാഗത്താണ് തുരങ്കം സ്ഥിതി ചെയ്യുന്നത്. അറ്റകുറ്റപ്പണികൾക്കായാണ് തൊഴിലാളികൾ ടണലിൽ ഇറങ്ങിയത്. തൊഴിലാളികൾ പാറ പൊട്ടിച്ചുകൊണ്ടിരിക്കെയാണ് മണ്ണിടിഞ്ഞ് വീഴുന്നത്. കൃഷ്ണ നദിയിലെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നതിനായി നിർമ്മിച്ച ശ്രീശൈലം അണക്കെട്ടിൽ നിന്നും 50.75 കിലോമീറ്റർ നീളമുള്ള തുരങ്കങ്ങൾ നിർമ്മിച്ച ഫ്ലൂറൈഡ് ബാധിത മേഖലകളായ നാഗർ കർണൂൽ, നഗൽക്കൊണ്ട ജില്ലകളിലേക്ക് വെള്ളം എത്തിക്കുന്ന വമ്പൻ പ്രോജക്റ്റാണ് ഇത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.